അതവിടെ ഉണ്ടായത്. അപ്പം അതൊന്നും ഇവിടെ പത്രങ്ങൾ NDTV റിപ്പോർട്ട് ചെയ്തു കേട്ടോ. കേരളത്തിലെ ഒരു പത്രങ്ങളും അത് പറഞ്ഞില്ല. NDTV റിപ്പോർട്ട് ചെയ്തു. സുപ്രീം കോടതി ചോദിച്ചൊരു പഴയ ഡാമിന് പകരം ഒരു പുതിയതുണ്ടാക്കിയ എന്താ കുഴപ്പം? നിങ്ങളിതിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുകയാണോ? നിങ്ങൾ എന്തുകൊണ്ടാണ് സന്ദർഭത്തിൽ തുയരാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള ഈ കേസും കൂട്ടമായിട്ട് നടക്കുന്ന ഒരു വക്കീലാണ് ഞാൻ. പിന്നെ പുറത്ത് എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാനൊരു രാഷ്ട്രീയ നേതാവല്ല, വലിയ ഒരു സമ്പത്തുള്ള ആളുമല്ല. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഒരു എളിയ ആളാണ്. എളിയ ആളിൻ്റെ എളിയ പരിശ്രമമാണ് എന്ത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം ഇമ്മീഡിയറ്റ്ലി. വേറെ ഒന്നുമില്ല. കുഴലുണ്ടാക്കി കൊടുക്കാമെന്നോ വേറെ ഡാം പണിയാമെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ഓഫ് മുല്ലപ്പെരിയാർ ഡാം. അത് ഇന്ത്യയുടെ ഭരണഘടനയെ അടിസ്ഥാനമാക്കിയ ഭരണ. കാരണം ഭയം കൂടാതെ ജീവിക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും അവകാശമുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഭയം കൂടാതെ ജീവിക്കാൻ ഭരണഘടന നമ്മളെ അനുവദിക്കുന്നുണ്ട്. അത് മാത്രം ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഞാൻ സുപ്രീം കോടതിയിൽ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം എളിയ ചിന്തയിൽ ഈ ഒരു കാര്യം എന്നും ഉണ്ടാകണം. നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഇത് പറയണം. കാരണം ഇതിൻ്റെ കൂടെ ഒരു സ്പിരിറ്റ്, അതാണ് നിങ്ങളുടെ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രകൃതി കൂടെ നിൽക്കും. ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നതിലല്ല കാര്യം. മറ്റേയാളുടെ ഒരു സ്പിരിറ്റ്, ആ സ്പിരിറ്റ് വരണമെങ്കിൽ നിങ്ങളിത് 10 പേരോട് പറയണം. ഈ ഒരു മിഷനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം. അഡ്വക്കേറ്റ് റസൽ ജോയിയെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം. സേവ് കേരള ബ്രിഗേഡിൻ്റെ സുപ്രീം കോടതിയിലെ കേസിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയണം. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. പല നിവൃത്തികളും ഉണ്ടാകും. നമ്മൾ നിവൃത്തി പറയാൻ പോകണ്ട. കാരണം നിവൃത്തിയൊക്കെ എക്സ്പേർട്സ് ആലോചിച്ച് പഠിച്ച് ചെയ്തോളൂ. നമ്മൾ പറയേണ്ടത് എന്താണ്? നമ്മുടെ തലയ്ക്ക് മേലെ ഡെമോക്രേസിൻ്റെ വാൾ പോലെ നിൽക്കുന്ന ഡാം എടുത്തു മാറ്റി. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.